ഇനി എൻക്ലസ് ആരൻ ഒരു വെല്ലുവിളിയല്ല. ആപ്പിൾ ആരൻ കൂടിയുണ്ടെങ്കിൽ വിജയം ഉറപ്പാണ്. എന്റെ അച്ഛൻ ഒരിക്കൽ ലീവ് എടുക്കില്ല. അമ്മയുടെ കംപ്ലൈന്റ് കേട്ടിട്ട് ഞാൻ മടുത്തു. ഈ മനുഷ്യൻ ലീവ് കൊടുക്കില്ല, എങ്ങോട്ടും കൊണ്ടുപോകില്ല, ഇത് കേട്ടിട്ട് മടുത്തു. ഇപ്പൊ ലീവിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ പോയി പറയും ഇന്ന ദിവസം തൊട്ട് ഇന്ന ദിവസം വരെ ലീവ് എടുത്തോളണം. ചോദ്യമില്ല, ഉത്തരവില്ല. നമ്മളിപ്പോ വലിയ ആളാണല്ലോ വീട്ടില്, ഇൻഡിപെൻഡന്റ് ആണ്, നമ്മള് പൈസ ഉണ്ടാക്കുന്ന മോളാണ് വീട്ടിലെ. മോളുടെ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് അമ്മ എന്തായിരുന്നു പ്രതികരിച്ചിരുന്നത്? അന്താളിപ്പ് എന്നൊക്കെ പറയണ്ടേ, ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ. എനിക്ക് ഓർമ്മയുണ്ട്, രണ്ടാമത്തെയോ മൂന്നാമത്തെ ദിവസമൊക്കെ ആയപ്പോഴാണ് അമ്മ വിളിച്ചിട്ട് എൻ്റെ അടുത്ത്, നീ പിന്നെയും വൈറലായോ? ഭയങ്കരമായിട്ട് ചാർജ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എത്ര ചാർജ് ചെയ്യുന്നെന്നാണ് കേട്ടത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ വല്ല വേറെ എവിടെയെങ്കിലും ഒക്കെ പോയി സെറ്റിലാവൂലേ. മലയാളികൾ ഏറ്റവും കൂടുതൽ പ്രിയ എങ്ങനെയാകുമോ എന്ന് ചോദിച്ച ഫോട്ടോസിൽ ഒന്നാണിത്. ദൈവമേ. ഈ നാട്ടിലെ അമ്മയോടൊക്കെ ആൾക്കാർ വന്ന് അന്വേഷിക്കുന്നതോ, മോളുടെ സിനിമ എന്തായി, മോളെ എന്താ, ഇങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്നത് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യമാണോ? എന്താണ്? അമ്മയും അച്ഛനും ഈ പറഞ്ഞ പോലെ ഭയങ്കര ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു ഇമോഷൻ ഒന്നും കാണിക്കൊന്നുമില്ല. അത് ചിലപ്പോൾ മോളുടെ മുന്നിൽ കാണിക്കാതായിരിക്കും. ഭയങ്കര സൂപ്പർ പ്രൗഡ് പേരൻസ് ആകും. ഡെഫിനറ്റ്ലി അവരങ്ങനെയാണ്, ബൈ നേച്ചർ അങ്ങനെയാണ്. എനിക്കും കിട്ടിയിട്ടുള്ളത് അത് തന്നെയാണ്. അപ്പോ അച്ഛനെ അമ്മേനെയൊക്കെ എനിക്ക് തോന്നുന്നു വല്ലപ്പോഴൊക്കെ തന്നെ ഞാൻ സ്റ്റോറീസിൽ പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ ആൾക്കാർക്ക് കണ്ടാ അറിയുന്നുണ്ട്. അമ്മ ഈ അടുത്തൊരു ഹോസ്പിറ്റലില് എന്തോ റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടി പോയ സമയത്ത് ഒരു യങ് ഗേൾ അമ്മ അടുത്ത് വന്ന് ചോദിച്ചു ഇത്രേ, ആന്റി പ്രിയവാരുടെ അമ്മയല്ലേ എന്നുള്ളത്. അപ്പൊ ഞാനിങ്ങനെ അങ്ങനെ വരെ ആൾക്കാർ കണ്ടുപിടിച്ച് തുടങ്ങിയോ? അത് ശരിയാ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്കും ഭയങ്കര ഫാസിനേറ്റിംഗ് ആണ്. അച്ഛന്റെ ഓഫീസിലുള്ള ആൾക്കാരൊക്കെ അച്ഛൻ്റെ അടുത്ത് യുവർ ഹെർ ഡാഡ് റൈറ്റ് എന്നുള്ളത് ചോദിക്കുമ്പോ അവർക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആണ് നമ്മളെങ്ങനെ ആൾക്കാർ അറിയുന്നത് എന്നുള്ളത്. ഈ അച്ഛനൊക്കെ വളരെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള, വളരെ ഹയർ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉള്ളിനുള്ളിൽ ഉണ്ടാവില്ലേ, മോളും ആ ഒരു ഫീൽഡിലേക്ക് പോയിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ പ്രിയയോട് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. വണ്ടർഫുൾ ആണ്. ഇതുവരെ പറഞ്ഞിട്ടില്ല. അമ്മ ഈ പറഞ്ഞ പോലെ മാസ്റ്റേഴ്സ് ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്നല്ലാതെ ഇതുവരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല വൈ ഡോണ്ട് യു കൺസിഡർ സംതിങ് എൽസ് എന്നൊന്നും. അച്ഛൻ എസ്പെഷ്യലി പറയില്ല. അച്ഛൻ അങ്ങനത്തെ ഒരു ടൈപ്പേ അല്ല. ദേ ആർ നോട്ട് ദ കൈൻഡ് ഓഫ് പേരൻസ് ഹു വിൽ ബി ലൈക്ക് പഠിക്കുക അങ്ങനെ പറയുന്ന ഒന്നിനും പ്രഷറൈസ് ചെയ്യുന്ന ആൾക്കാരല്ലായിരുന്നു അവര്. കാരണം എനിക്ക് തോന്നുന്ന ഞാനും ബ്രദറും ഒക്കെ കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാൻ സെൽഫ് സഫിഷ്യന്റ് ആയതും നമുക്ക് തന്നെ അത് ചെയ്യണം എന്നുള്ള തോന്നലൊക്കെ വരുന്നത് ബിക്കോസ് ഇവരൊരിക്കലും നമ്മളെ പ്രഷറൈസ് ചെയ്യില്ല. അപ്പൊ നമുക്കത് തന്നെ ചെയ്യാൻ തോന്നും. ഇത് പറയുമ്പോഴാണല്ലോ നമുക്ക് ഒരിക്കലും അത് ചെയ്യാൻ തോന്നാത്തത്. അപ്പൊ അവരൊരിക്കലും പ്രഷറൈസ് ചെയ്യില്ല. കാരണം ഇപ്പൊ ആരെങ്കിലും ഒക്കെ വന്നിട്ട് ആ സമയത്താണെങ്കിൽ നമ്മുടെ അടുത്തിട്ട് വന്നിട്ട് ഇവൾക്ക് നാളെ എക്സാം അല്ലേ, ഇവള് പഠിക്കണില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവള് പഠിച്ചോളും. ദിസ് വാസ് ദെയർ റെസ്പോൺസ്. അവർക്കറിയാം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഞാനാണെങ്കിൽ അവനാണെങ്കിൽ പഠിക്കും, പ്രശ്നമൊന്നുമില്ല, നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ളത്. പ്രിയയുടെ കുറച്ച് പഴയ ഫോട്ടോസ് ഒക്കെ ഞാൻ എടുത്തു വെച്ചപ്പോ ഈ കഥയൊക്കെ ഒന്ന് കേൾക്കണമെന്ന് തോന്നിയത് കൊണ്ട് ഇതെന്തിരുന്നു സംഭവം? അത് മോഹിനിയാട്ടം അരങ്ങേറ്റായിരുന്നു അല്ലേ? ഇത് ഏത് വർഷാന്ന് ഓർമ്മയുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നു ഒരു 8th പഠിക്കുമ്പോഴായിരിക്കും. 2016 സമയമായിരിക്കും. എവിടെയായിരുന്നു ആദ്യത്തെ അരങ്ങേറ്റം? അങ്ങനെ ഗുരുവായൂർ ആണ്. ആദ്യമായിട്ട് അരങ്ങേറാൻ പോയപ്പോ ഉണ്ടായ എക്സൈറ്റ്മെന്റ്, ടെൻഷൻ. പണ്ടൊക്കെ ഞാൻ മറ്റേ സ്റ്റേജ് ഫിയറിന്റെ ആളായിരുന്നു. പക്ഷെ സ്റ്റേജ് ഇല്ലാതെ എനിക്ക് ജീവിതമില്ല. പക്ഷെ ഈച്ച് ടൈം ഐ ഓൺ സ്റ്റേജ് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഭയങ്കര പേടിച്ച് വരച്ചിട്ടാണ് പോയത്. ഇതെന്താ കഥ? ഇത് റഷ്യയാന്ന് തോന്നുന്നു. അതെ, റഷ്യയാണ്. ചുമ്മാ ഔട്ടിങ്ങിന് പോയപ്പം എടുത്തൊരു ഫോട്ടോ. ഈ ആദ്യമായിട്ട് മലയാളികളെ ഏറ്റവും കൂടുതൽ പ്രിയ എങ്ങനെയാകുമോ എന്ന് ചോദിച്ച ഫോട്ടോസിൽ ഒന്നാണിത്. ദൈവമേ. ഇതെന്തായിരുന്നു ഇങ്ങനെ ഒരു ഫോട്ടോ ഇടാനുണ്ടായ ഒരു ചേതോ വികാരം എന്തായിരുന്നു? അല്ല, നമ്മള് പുറത്തു പോയപ്പോ സ്വാഭാവികമാണ്. അതെ. ഇതിനടിയിൽ വന്ന കമന്റുകളൊക്കെ കണ്ട് ഞെട്ടിയായിരുന്നു? ഇല്ല, ഞാൻ കമന്റ് വായിക്കാറില്ല. അപ്പോ
പിന്നെ എനിക്കറിയാം എങ്ങനത്തെ കമന്റ്സ് ആയിരിക്കും എന്നുള്ളത്. പിന്നെ നമ്മള് വായിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ എന്ന് തോന്നുന്നു. ഇത് ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്തൊരു ഫോട്ടോഷൂട്ടാണ്. ഞാൻ റംസാനും കൂടെ ചെയ്ത സുഭദ്രാഹരണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു ഞങ്ങൾ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതാണ് ഞങ്ങളുടെ മെയിൻ ഷൂട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ വൈകുന്നേരം ഒക്കെ ആയപ്പം വെറുതെ എന്നാ ഇങ്ങനെ ഒരു സാധനം എടുത്താൽ, ഐശ്വര്യയുടെ വീടിന്റെ അടുത്താണ് ഈ ഡാം ഉള്ളത്, നമുക്ക് വെറുതെ അവിടെ പോയി അത് ചെയ്താലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെറുതെ സെറ്റ് സാരി ഒക്കെ എടുത്ത് റെഡി ആയപ്പോ ഞാൻ പറഞ്ഞ കുറച്ച് സിന്ദൂരം ഇതൊക്കെ ഇട്ട് ആ മൂഡ് പിടിക്കാം, വെള്ളത്തിലിറങ്ങി നമുക്ക് നോക്കാം, അങ്ങനെ ചെയ്ത. ഈ സിനിമ കഴിഞ്ഞുള്ള ഇടവേളകളിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചില ബ്രേക്കുകളൊക്കെ എടുക്കുന്ന ആളല്ലേ, എവിടേക്കാ ഡിസപ്പിയർ ആകുന്നേ? ഞാൻ എന്റെ വീട്ടിലുണ്ടാവും. വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരാളാണോ? ഞാൻ എപ്പോഴേക്കും ഡിസപ്പിയർ. ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യുന്നല്ലാതെ, അല്ലാത്ത പക്ഷം ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെയോ ഫാമിലിയുടെ കൂടെയോ എവിടെയെങ്കിലും ഒരു കോർണറിൽ ഉണ്ടാവും. നമ്മുടെ പാരന്റ്സിനൊക്കെ അവർ ആഗ്രഹിക്കുന്നത് എവിടെയെങ്കിലും കൊണ്ടുപോവുക, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വാങ്ങിച്ചു കൊടുക്കുക, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യമല്ലേ? അങ്ങനെ പ്രിയക്ക് ഭയങ്കര സന്തോഷം നൽകിയിട്ടുള്ള വീട്ടുകാരുമായി ബന്ധപ്പെട്ട ഒരു ഓർമ്മ എന്താ? ഞങ്ങൾ ആക്ച്വലി ഫസ്റ്റ് ഫാമിലി ട്രിപ്പ് ഒന്നിച്ച് പോകുന്നത് തായ്ലൻഡിലോട്ടാണ്. ഐ തിങ്ക് 2-3 years ആയി തോന്നുന്നു. അപ്പോഴാണ് ഞങ്ങൾ ആദ്യമായിട്ടൊരു ഫാമിലി ട്രിപ്പ് പോകുന്നത്. അതെന്താ അങ്ങനെ? കാരണം എന്റെ അച്ഛൻ ഒരിക്കലും ലീവ് എടുക്കില്ല. അപ്പൊ അമ്മയുടെ കംപ്ലൈന്റ് കേട്ടിട്ട് ഞാൻ മടുത്തു. ഈ മനുഷ്യൻ ലീവ് കൊടുക്കില്ല, ഇങ്ങോട്ടും കൊണ്ടുപോകില്ല, ഇത് കേട്ടിട്ട് മടുത്തു. അപ്പൊ ആ സമയത്ത് നമ്മള് ചെറുതായിട്ട് ഈ പറഞ്ഞ പോലെ മൂന്നാർ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെന്നല്ലാതെ വേറെ എവിടെയും പോയിട്ടില്ല. ഇൻ ലൈഫ് എവിടെയും പോയിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു പരിപാടി തുടങ്ങണം എന്നുണ്ടായിരുന്നു. അതായത് അറ്റ്ലീസ്റ്റ് ഇയർലി വൺസ് നമ്മളെല്ലാവരും എവിടെയെങ്കിലും പോകണം എന്നുള്ളൊരു സാധനം. അങ്ങനെ ഞാനായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് ഞാനായിട്ട് പ്ലാൻ ചെയ്ത് അങ്ങനെ നമ്മൾ 4 പേരും കൂടെ തായ്ലൻഡിൽ പോയതാ. അപ്പൊ അച്ഛന് ലീവിന്റെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലേ? ഇല്ല, ഇപ്പൊ ലീവിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ പോയി പറയും, ഇന്ന ദിവസം തൊട്ട് ഇന്ന ദിവസം വരെ ലീവ് എടുത്തോളണം എന്ന് ഞാൻ പറയും. ചോദ്യമില്ല, ഉത്തരവില്ല. നമ്മളിപ്പോ വലിയ ആളാണല്ലോ വീട്ടില്, നമ്മളിപ്പോ മറ്റേ ഇൻഡിപെൻഡന്റ് ആണ്, നമ്മള് പൈസ ഉണ്ടാക്കുന്ന മൂത്ത മോളാണ് വീട്ടിലെ. പ്രായം ഒരു 25 ആയതുകൊണ്ട് നമ്മള് വീട്ടിൽ പോയി ലീവ് എടുത്തോണം, എപ്പോഴും ലീവ് എടുക്കണം, വേറെ ചോദ്യങ്ങളൊന്നും ഇപ്പൊ ഇല്ല. അമ്മ അതുകൊണ്ട് ഹാപ്പിയാന്ന് തോന്നുന്നല്ലേ? ഷീസ് ഓൾസോ വെരി ഹാപ്പി. പുള്ളിക്കാരത്തേക്ക് എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ ഞങ്ങൾ സെറ്റാ. അതെ, അങ്ങനെ. അതിനുശേഷം എന്താ ഇത് അതൊരു കസ്റ്റമാക്കി എടുക്കണം എന്ന് ആഗ്രഹിച്ച ആള് പിന്നീട് എവിടെയാണ് അവരെ കൊണ്ടുപോയത്? പിന്നീട് ഞങ്ങള് പോയില്ല, ഞാനും അനിയനും പോയില്ല. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാ അവനും ക്ലാസ് ഉണ്ട്, എനിക്കും. ഇപ്പൊ ഞങ്ങൾക്കായി പ്രശ്നം. അതെ അതെ, സത്യം, ലീവ് എടുക്കാൻ പറ്റാത്ത അവസ്ഥ ഞങ്ങൾക്കായി. പക്ഷെ അവരെ ഞാൻ ആനിവേഴ്സറി അവരെ എന്തായാലും വിടണം എന്നുള്ളത് എനിക്ക് 100% നിർബന്ധമാണ്. ഒരു വർഷം ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ വിടണം എന്നുള്ളത്. അപ്പൊ ഈ അടുത്താണ് ആനിവേഴ്സറിക്ക് താജ്മഹൽ കാണാൻ പോകുന്നു പറഞ്ഞിട്ട് ഞാൻ ടിക്കറ്റ് എടുത്ത് എല്ലാം ബുക്ക് ചെയ്ത് കൊടുത്തു. അങ്ങനെ അവരെ വിട്ടു. അത് ശരി, ഇത്രയും വർഷമായില്ലേ. അത് സത്യം. എപ്പോഴെങ്കിലും അമ്മേനോട് ചോദിച്ചിട്ടില്ലേ അമ്മയുടെ മോഹങ്ങൾ എന്തൊക്കെയാണ്, അമ്മയ്ക്ക് എന്തൊക്കെയാണ് അമ്മ ആഗ്രഹിച്ചിട്ടുള്ളതെന്ന്? അമ്മയ്ക്ക് അങ്ങനെ വലിയ മോഹങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ വീക്ക്ലി ഒരിക്കലും എങ്ങാനൊന്ന് പുറത്ത് പോവാ, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക, ഒരു സിനിമയ്ക്ക് പോവാ, ഇത്രയൊക്കെ ഉള്ളൂ. ചെറിയ ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ. അപ്പോ അതൊക്കെ നമ്മളെ കൊണ്ട് എന്തായാലും നടത്തി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നടത്തി കൊടുക്കും, കറക്റ്റായി ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ ഇരുന്നിട്ടാണെങ്കിൽ പോലും നല്ലൊരു സിനിമ ഇറങ്ങി കഴിഞ്ഞാല് ഞാൻ ടിക്കറ്റ്സ് ബുക്ക് ചെയ്ത് ഞാൻ അയച്ചു കൊടുക്കും അച്ഛന്. ഇതാണ് ടിക്കറ്റ്സ്, രണ്ടുപേരും പോയി പടം കാണണം എന്നുള്ളത്. കാരണം അച്ഛനെ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നടക്കൂല എന്നുള്ളത് 100% ഉറപ്പാണ്. പുള്ളിക്കാരൻ മറ്റേ ജോലിക്ക് ഈ സംഭവം. അപ്പോ ഞാൻ ബുക്ക് ചെയ്ത് ഞാൻ അയച്ചു കൊടുക്കും. ഞാൻ പറയും പോയിക്കോളണം രണ്ടുപേരും. ഈ മോളുടെ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് അമ്മ എന്തായിരുന്നു പ്രതികരിച്ചിരുന്നത്? അമ്മയും ഞാനും ഇങ്ങനെ പടം കണ്ടു ഇങ്ങനെ ഒരു അന്താളിപ്പ് എന്നൊക്കെ പറയില്ലേ, ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെയായിരുന്നു. കാരണം ഇതിൽ കൂടുതൽ ഇപ്പൊ എന്താ, നമ്മള് ഫസ്റ്റ് ടൈം GBU കാണുമ്പോൾ നമുക്കിങ്ങനെ അജിത് സാറിന്റെ സെലിബ്രേഷൻ എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഒന്നും അങ്ങ് രജിസ്റ്റർ ആവില്ല. അപ്പൊ അതില് ഞാനുണ്ട് എന്നുള്ളതോ അങ്ങനത്തെ ഒരു ആംഗിളിലേ അല്ല നമ്മൾ പടം കാണുന്നത്. നമ്മൾ രണ്ടുപേരും ഇങ്ങനെ അജിത് സാർ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പോ ഞങ്ങൾ രണ്ടുപേരും ഇത് കഴിഞ്ഞപ്പോ ഒരു മരവിപ്പാണ് രണ്ടുപേർക്കും. പിന്നെ എന്റെ അനിയൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ഒരു മരവിപ്പാ. പിന്നെ അത് കഴിഞ്ഞ റെസ്പോൺസസ് വരുമ്പോഴാണ് എനിക്ക് ഓർമ്മയുണ്ട്, 2ാമത്തെയോ 3ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴാണ് അമ്മ വിളിച്ചിട്ട് എൻ്റെ അടുത്ത്
നീ പിന്നെയും വൈറലായോ? അങ്ങനത്തെ ഒരു, ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേ ടോൺ പിടിക്കുന്ന ആൾക്കാരാണ്. മറ്റേ വൈറലാകുന്നത് നല്ലതല്ലേ അമ്മേ എന്ന് ചോദിച്ചില്ലേ? ഇല്ല, അപ്പൊ ഞാനിന്ന് അങ്ങനെ എന്തോ സംഭവിക്കുന്നുണ്ട് അത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന പോലെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് പ്രിയേ, അങ്ങനത്തെ ആ ഒരു ലൈനേ ഉള്ളൂ. അതല്ലാതെ അതിന്റെ അപ്പുറത്തേക്കുള്ള ഭയങ്കര ഒരു കാര്യമായ ഡിസ്കഷൻ അബൌട്ട് പെർഫോമൻസ് അങ്ങനെയൊന്നുമില്ല. ഉള്ളിൽ അവര് ഭയങ്കര പ്രൗഡാണ്, പക്ഷെ അവരങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരല്ല എന്നുള്ളത്. എനിക്കിപ്പോ പടം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാല് 4 years കണ്ടു കഴിഞ്ഞപ്പം അമ്മയുടെ കണ്ണ് നിറഞ്ഞ് ഇറങ്ങി വരുന്നതാണ് ഞാൻ കണ്ടത്. പക്ഷെ അതിനെ പറ്റി ഒരു ഡിസ്കഷൻ ഉണ്ടാവുമോ സംസാരിക്കുകയോ ഇല്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അവരുടെ എക്സ്പ്രഷൻ, അവരുടെ ബോഡി ലാംഗ്വേജ് ഒന്നും എനിക്ക് കാര്യം മനസ്സിലാവും. അനിയൻ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ കമന്റുകൾ ഒക്കെ അടിക്കാറുണ്ടോ? അവൻ എന്തെങ്കിലുമൊക്കെ പറയും. പിന്നെയും എന്റെ പെർഫോമൻസിനെ പറ്റിയിട്ട് കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നത് അവനായിരിക്കും. അതെ, അവനായിരിക്കും പറയാം, ഓപ്പോൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ അവൻ പറയും. കുറച്ചും കൂടി എക്സ്പ്രസീവ് ആണ്. ഈ വളരെ ചെറിയ ആളായിരുന്നല്ലോ അനിയൻ, ഈ ആദ്യത്തെ നമ്മുടെ ആ ഒരു വിങ്കിങ് ഭയങ്കര വൈറലായ സമയത്തൊക്കെ. അപ്പൊ അവനൊക്കെ ഇത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ, ഒബ്വിയസ്ലി പ്രിയക്ക് എന്താന്ന് അറിയില്ല. ഞങ്ങളൊക്കെ ഭയങ്കര ക്ലൂലെസ് ആയിരുന്നു. നമുക്കിങ്ങനെ തുരാന്ന് ഫോണ് വരിക, കൊറേ ഇങ്ങനെ ഇന്റർവ്യൂ ചോദിക്കുക, ഇങ്ങനത്തെ പരിപാടികൾ നടന്നുകൊണ്ടിരുന്നത്. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ മറ്റേ ഞാൻ കോളേജ് വിട്ട് വരുമ്പോഴത്തേക്കും 1-2 ഗ്രൂപ്പ് ഞങ്ങളെ ഫ്ലാറ്റിന്റെ ഇടയിൽ വെയിറ്റിംഗ് ആയിരിക്കും. എങ്ങനെ അറിഞ്ഞ എവിടുന്നാ വരുന്നത് ഒന്നും അറിയില്ല. ഞങ്ങള് കംപ്ലീറ്റ്ലി ക്ലൂലെസ് ആയിരുന്നു. ഞാൻ ഈ കോളേജ് വിട്ട് വന്നിട്ട് അതേ യൂണിഫോമിലൊക്കെ ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട് പണ്ട്. ആ ഒരു ഫേസ് ഒക്കെ ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടില്ലേ? ഇല്ല, ഞാൻ ഭയങ്കര, നമ്മളൊരു മലയാളത്തിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല, പെർപ്ലെക്സ് എന്ന് പറയില്ലേ നമ്മളിങ്ങനെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം നമുക്കിങ്ങനെ ഇൻസ്ട്രക്ഷൻസ്, ആരൊക്കെയോ ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ട്, അത് നമ്മളിങ്ങനെ ഫോളോ ചെയ്യുക, നമ്മളിങ്ങനെ ഒരു ലോസ്റ്റ് ആയിട്ട് ഇങ്ങനെ അതിനെ ഫോളോ ചെയ്യാന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത്. അങ്ങനെ എൻജോയ് ചെയ്യുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ശരിക്ക് ആ ഒരു വൈറൽ സ്റ്റാർഡം കൃത്യമായിട്ട് യൂസ് ചെയ്യാഞ്ഞത് കൊണ്ടാണോ ചില സമയത്ത് ആ മലയാള സിനിമയിലേക്കൊന്നും കൃത്യമായ ഒരു പ്ലേസ്മെന്റ് കിട്ടാതിരുന്നതെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി. അതങ്ങനെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നേ അറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളതിനെ എങ്ങനെ എൻകാഷ് ചെയ്യണം എന്നുള്ളതോ, അല്ലെങ്കിൽ ആ ഒരു പുഷ് നമുക്ക് അതെങ്ങനെ യൂസ് ചെയ്യണം നമുക്ക് അറിയില്ല. നമുക്ക് ഒരു ഐഡിയ ഇല്ലല്ലോ. ആദ്യത്തെ സിനിമയാണ്, ആൻഡ് ഇതൊരു കംപ്ലീറ്റ്ലി ഒരു ഏലിയൻ വേൾഡ് ആണ്, നമുക്കൊന്നും അറിയില്ല ആ സമയത്ത്. അപ്പോൾ ഡെഫിനറ്റ്ലി അത് യൂസ് ചെയ്യേണ്ട പോലെ എന്തായാലും യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. എന്നിട്ടും ആ ഒരു ഓളത്തിൽ എങ്ങനെ പിടിച്ചു നിന്നു? ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഒരു ഇൻസ്റ്റന്റ് ഫെയിം അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് റെക്കഗ്നിഷൻ, ഈ ഒരു സാധനം അല്ല ഞാൻ ആഗ്രഹിച്ചത്. എനിക്കത് കിട്ടി, അപ്പൊ ഞാൻ ഹാപ്പിയാണ്, കഴിഞ്ഞു, അങ്ങനത്തെ ഒരു സാധനമല്ല ഞാൻ ഒട്ടും ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ അത് വന്നപ്പോഴും പിന്നെ അതിൻ്റെ ഓളം ഡൈ ഡൗൺ ചെയ്തപ്പോഴും എൻ്റെ ഗോൾ എന്ന് പറയുന്നത് വാസ് കോൺസ്റ്റന്റ്. എനിക്ക് അഭിനയിക്കണം, എനിക്ക് നല്ല സിനിമകളിൽ അഭിനയിക്കണം, നല്ലൊരു ആക്ടർ ആവണം, ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ അറിയപ്പെടണം, അത് തന്നെയായിരുന്നു എൻ്റെ ഗോൾ. അപ്പം ഈ ഒരു ഫെനോമിന സംഭവിക്കുന്നതും പിന്നെ അതിൻ്റെ ഒരു ഡൗൺഫോളും പിന്നെ അതങ്ങ് ഡൈ ഡൗൺ ആയതും അതൊന്നും എന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടില്ല. കാരണം എൻ്റെ ഗോൾ അതല്ല. ഐ ഹാവ് ലൈക്ക് ലാർജർ ഗോൾസ്. അപ്പം ഞാൻ അതിനു വേണ്ടി ഇനി എങ്ങനെ പണിയെടുക്കാം എന്നുള്ളതാണ്. ഈ ആ ജേർണിയിലിടയിലെ നമുക്ക് ഇടയ്ക്കുണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ചില ആൾക്കാരുമായിട്ടുണ്ടായ ചില പിണക്കങ്ങൾ, അതൊക്കെ എപ്പോഴെങ്കിലും പിന്നീട് മാറ്റണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? എനിക്ക് പേഴ്സണലി യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത ആൾക്കാർ ഇപ്പോഴും എൻ്റെ ലൈഫിലുണ്ട്. മാറ്റാൻ പറ്റുന്ന പിണക്കങ്ങളൊക്കെ മാറ്റിയിട്ടുമുണ്ട്. അതല്ലാത്തത് പോയവരൊക്കെ പൊക്കോട്ടെ, അത് പോയത് നന്നായി, പോയതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്, അതൊക്കെ പൊക്കോട്ടെ. പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഡെഫിനറ്റ്ലി. ഞാൻ ഇങ്ങനെ ഇന്ന് പ്രിയയുടെ ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പല ആൾക്കാരോട് സംസാരിച്ചപ്പോഴത്തേക്കും ഞാൻ കേട്ട ഒരു കമന്റ് ആയിരുന്നു, കാര്യം എന്തൊക്കെ പറഞ്ഞാലോ അവർക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അവസരം കൊടുത്ത ആളുകളല്ലേ, അപ്പോൾ അവരൊക്കെ ആയിട്ടുള്ള പിണക്കങ്ങളിന് അത് എത്ര വലിയ പിണക്കങ്ങളാണെങ്കിലും മാറ്റി കൊടുക്കേണ്ടത് ആ കുട്ടിയുടെ ഉത്തരവാദിത്തമായിരുന്നില്ലേ എന്ന്, ആ ഒരു കമന്റിന് എന്താ പ്രിയക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുക? ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ റെസ്പെക്ട് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദാറ്റ് ഓപ്പർച്യൂണിറ്റി എപ്പോഴും അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ അപ്പുറത്തേക്ക് പുറത്തുള്ള ആൾക്കാർക്ക്
കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒന്നും അറിയില്ല. അറിയില്ല. Correct. അവർക്ക് അങ്ങനെ ഒരു കോമന്റ് പാസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. Correct, correct. ആൻഡ് ഈ പറയുന്ന പോലെ നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന പാർട്ടി അതിന് ഒത്തിരി ഫ്യൂവൽ ടു ദ ഫയർ എന്ന് പറയുന്ന രീതിക്ക് എല്ലാ വർഷവും 1-2 കുത്ത് എന്നുള്ള രീതിക്ക് ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിഗ്നിറ്റി നമ്മൾ കളയാതിരിക്കുക എന്നുള്ളതും അതിൽ എൻഗേജ് ചെയ്യാതിരിക്കുക എന്നുള്ളതും അതാണ് എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള കാര്യം. ആൻഡ് ഞാൻ അന്നും ഇത്രയും വർഷങ്ങൾക്ക് മുന്നേയും ഞാൻ ഇതിനെപ്പറ്റി വോക്കൽ ആയിട്ടില്ല. ഞാൻ ഇന്നും എൻ്റെ സൈലൻസ് ആണ് അതിനൊരു ആൻസർ ആയിട്ട് എല്ലാവരുടെ പറയുന്നത്. എനിക്ക് എൻ്റെതായ റീസൺസ് ഉണ്ട് ആൻഡ് ഐ വുഡ് ലൈക്ക് ടു കീപ് മൈ ഡിഗ്നിറ്റി. ആരുടെ പേരും സംസാരിച്ച് ടാർണിഷ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സോ ദാറ്റ് ഈസ് ദ റെസ്പെക്ട് ഐ ക്യാൻ ഗിവ്. ഇനി എന്താണ് പ്രിയയുടെ ഒരു വലിയ ഗോൾ? എന്താണ് ഒരു 5-10 വർഷം ഡൗൺ ദ ലൈൻ സസ്റ്റൈനബിലിറ്റി ഉള്ള ഒരു നല്ല പെർഫോമർ ആയിട്ട് ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹിക്കുന്നത്. എപ്പോഴും ഞാൻ ആർട്ടിസ്റ്റുകൾ പ്രത്യേകിച്ച് ആക്ട്രസ്മാരെ കാണുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ ലൈഫ് സ്പാൻ ഭയങ്കര ചെറുതാണ് എന്നുള്ളൊരു തോന്നൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവാറുണ്ടോ? പെട്ടെന്ന് സിനിമയിൽ വന്ന് പെട്ടെന്ന് പോകും, 100 ആർട്ടിസ്റ്റുകൾ വേറെ വരുന്നു, അങ്ങനത്തെ ഒരു പേടി എവിടെയെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്, ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ഐ ഡോണ്ട് ബിലീവ് ഇൻ ദിസ് ഈ പറയുന്ന പോലെ ഒരു കോമ്പറ്റീഷൻ അങ്ങനത്തെ ഇതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ബിക്കോസ് ഐ തിങ്ക് എല്ലാവർക്കും ഉള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ആൻഡ് എല്ലാവരുടെയും കഴിവുകൾ യുണീക്കാണ്. സോ എന്നെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് സൂട്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടും. അതല്ലാതെ എൻ്റെ കണ്ടംപററീസിന് സൂട്ടബിൾ ആവുന്നത് അവർക്കും കിട്ടും. സോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എൻഡ്ലെസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇനി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. only new things are being created every day. ആണ്, ഓക്കെ ആണ്. ഈ റെമ്യൂണറേഷൻ ബാർഗൈൻ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം പ്രിയ കൊടുക്കാറുണ്ടോ? തീർച്ചയായും ഉണ്ടോ? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ. ഈ അടുത്ത് തന്നെ 1-2 പേര് പറഞ്ഞ് ഞാൻ കേട്ടു ദറ്റ് പ്രിയ ഭയങ്കരമായിട്ട് ചാർജ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ചേട്ടാ ഞാൻ എത്ര ചാർജ് ചെയ്യുന്നാണ് കേട്ടത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ വല്ല ദുബായിലോ വേറെ എവിടെയെങ്കിലും ഒക്കെ പോയി സെറ്റിലാവൂലേ ഇത്രയും പൈസ ഞാൻ മേടിക്കുന്നുണ്ടെങ്കിൽ. എനിക്ക് അത്രയും അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നത്, അങ്ങനെ തോന്നുന്ന ഒരു സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയും ചേട്ടാ ഞാൻ ഫ്രീ ആയിട്ട് വന്ന് ചെയ്യാൻ റെഡിയാണ്. ലൈക്ക് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫെയിം അല്ലെങ്കിൽ മണി ഇത് രണ്ടും അല്ല എൻ്റെ പ്രൈമറി ഗോൾസ് എന്ന് പറയുന്നത്. എനിക്ക് അഭിനയിക്കണം, എനിക്ക് നല്ല പെർഫോമൻസ് ചെയ്യണം, നല്ല സിനിമകളുടെ ഭാഗമാണ്, ഇതൊക്കെയാണ് എൻ്റെ പ്രൈമറി ഗോൾസ്. അപ്പൊ ഫെയിം എന്നുള്ളതും മണി എന്നുള്ളതും ഒക്കെ എനിക്ക് എല്ലാം സെക്കൻഡറി ആണ്. ഇറ്റ് ഡസന്റ് മാറ്റർ. അപ്പൊ നല്ലൊരു ബ്രാൻഡിന്റെ കൂടെ കൊളാബറേറ്റ് ചെയ്യുന്നതാണെങ്കിൽ പോലും, നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ചാർജ് ചെയ്യുന്നതാണെങ്കിൽ പോലും നല്ലൊരു ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെയും നെഗോഷിയേറ്റ് ചെയ്യാൻ റെഡിയാണ്. അപ്പോ അങ്ങനെ എനിക്കൊരു കടുംപിടുത്തൊന്നുമില്ല, ബാർഗെയിനിങ് ഒക്കെ ചെയ്യാം. പിന്നെ പ്രിയ ആണ് ഇന്റർവ്യൂവിന് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഹാലോ എന്ന് പറയുന്ന ലക്ഷറി ഹാൻഡ് മെയ്ഡ് ഹാമ്പേഴ്സ് ഒരു ഗിഫ്റ്റ് തന്നുവിട്ടിട്ടുണ്ട്. ആ ഗിഫ്റ്റ് ഞാൻ ഇങ്ങോട്ട് നൽകിയേക്കാം, കയ്യോടെ നൽകിയേക്കാം. ഇതാണ് ഹാമ്പർ. ഒരു കൈ കൊണ്ട് വളരെ സ്നേഹത്തോടെ വളരെ സമയമെടുത്ത് പ്രിയക്ക് വേണ്ടി ചെയ്തു തന്നതാണ്. ആണല്ലേ? ഇതിലേക്ക് ഈ ഫോട്ടോസ് ഒക്കെ ഏതൊക്കെയാ? ഇതേതാ, സിനിമയാണോ? അല്ല, ഇതൊക്കെ ഫോട്ടോഷൂട്ടാ. ആണോ? എല്ലാം ഫോട്ടോഷൂട്ടിന്റെ പിക്ചേഴ്സ് ആണ്. ആണല്ലേ? ഓക്കെ. അപ്പൊ ആ ഫോട്ടോഷൂട്ടിന്റെ ഫോട്ടോസും ബാക്കിയുള്ള സ്നേഹവും എല്ലാം പ്രിയക്ക് ഇതാ കയ്യോടെ നൽകിയിരിക്കുന്നു. ഹാലോ ഹാമ്പേഴ്സ്. താങ്ക് യു സോ മച്ച്. ഭയങ്കര ഇതിലൊരു ബുക്ക് ഉണ്ട് എന്നുള്ളതാണ് എന്റെ ഹൈലൈറ്റ്. ആണല്ലേ? വായിക്കുന്ന ആളാണല്ലോ അല്ലേ? നന്നായി വായിക്കുന്ന ആളാണ്. ആൻഡ് ഇത് ഇഫ് ഐ എം നോട്ട് റോങ് ഇറ്റ്സ് ടു ഗുഡ് ടു ബി ട്രൂ, പ്രാജക്ത കോഹ്ലിന്റെ ബുക്കാണ്. ഞാനിത് വായിക്കണം എന്ന് വിചാരിച്ചിരുന്നൊരു ബുക്കായിരുന്നു. അത് കറക്റ്റ് ആയിട്ട് എന്റെ അപ്പൊ അവര് മനസ്സും കൂടെ വായിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്ക് യു. ഹലോ ഹാമ്പേഴ്സ്. ഹലോ ഹാമ്പേഴ്സ്, താങ്ക് യു സോ മച്ച്. വെരി സ്വീറ്റ് ഓഫ് യു. നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും അറിയുന്നുണ്ട്. താങ്ക് യു. അപ്പോൾ ഏതായാലും പ്രിയ, വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ പ്രിയയുടെ ആഗ്രഹം പോലെ ഇങ്ങനെ ഓരോരുത്തർ പ്രിയയുടെ മനസ്സ് വരെ വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആഗ്രഹങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് പോവണിയിട്ട്. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇനി എൻക്ലസ് ആരൻ ഒരു വെല്ലുവിളിയല്ല, ആപ്പിൾ ആരൻ കൂടിയുണ്ടെങ്കിൽ വിജയം ഉറപ്പാണ്.